തീർച്ചയായും കേരളം തല താഴ്ത്തുന്നു എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഈ മുറിയിൽ പക്ഷേ എല്ലാവരും നഗ്നരാണ്. അതിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമുണ്ട്. നമ്മളുടെ തീന്മേശയിൽ നമ്മൾ വലിച്ചെറിഞ്ഞു തുടങ്ങുന്നത് മുതൽ വരും തലമുറയ്ക്ക് ഇവിടെ ഒരു വാസം സാധ്യമാണോ എന്ന പാട്ട് പാടിക്കൊണ്ട് അയൽപക്കക്കാരൻ്റെ പറമ്പിലേക്ക് സ്വന്തം വേസ്റ്റ് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹമടക്കം ഈ മുറിയിൽ എല്ലാവരും നഗ്നരാണ്. പൊതുസമൂഹത്തിന് ഇപ്പോഴും വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നോ അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണെന്നോ അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാണെന്നോ എന്ന് പോലും അവർക്കറിയില്ല. ഈ ഒരു സമൂഹത്തിൽ ഒരു മെച്ചപ്പെട്ട പൗരനായി പ്രവർത്തിക്കാൻ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പാഠങ്ങൾ പഠിക്കണമെന്നത് നമ്മുടെ കുട്ടികൾക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതൊരു ശൈലിയായി വരണം, അതൊരു സ്വഭാവമായി രൂപപ്പെടേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഞാനൊരു കണക്ക് പറയാം. കേരളത്തിൽ 37 ലക്ഷം ടൺ ഖരമാലിന്യമാണ് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഒരു ദിവസം 11,449 ടൺ വേസ്റ്റ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു കണക്ക് പറഞ്ഞിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ശരാശരി മലയാളി ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് ഇപ്പോൾ നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ 200% വർധനവുണ്ടായിട്ടുണ്ട്. നിങ്ങളൊരു സാധാരണ തീവണ്ടി യാത്ര നടത്തുന്ന യാത്രക്കാരനാണെങ്കിൽ 10 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തീവണ്ടി യാത്ര നടത്തുമ്പോൾ പുറത്തേക്കിടുകയോ അതല്ലെങ്കിൽ നിങ്ങൾ മാലിന്യക്കുപ്പയിൽ നിക്ഷേപിക്കുകയോ ചെയ്യുന്ന മാലിന്യത്തിൻ്റെ അളവും വന്ദേ ഭാരതിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ഖരമാലിന്യം നിക്ഷേപിക്കുന്നതിൻ്റെ അളവും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. ആ കണക്കിലെ വർധനവ് നിങ്ങൾക്കറിയാം. ഷോപ്പിംഗ് മാളുകളിൽ നിന്ന് തിരിച്ചു വരുന്ന നമ്മൾ എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യത്തെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്നും പിന്നീട് അവ എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്തതെന്നും പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനത് ആ ഘട്ടത്തിൽ അവിടെ നിർത്തുന്നു. അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും ഈ മുറിയിൽ നഗ്നരായി നിന്ന് ലജ്ജിച്ച് തല താഴ്ത്താൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ്. ആ അമ്മയുടെ മുന്നിൽ നമുക്ക് വാക്കുകളില്ല. ആ അമ്മയുടെ മുന്നിൽ കേരളം മാപ്പ് പറയുന്നു ആ അർത്ഥത്തിൽ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നോക്കൂ. ഇവിടെ കോർപ്പറേഷനും റെയിൽവേയും തമ്മിലല്ലേ തർക്കം? ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വീഴ്ച പറ്റിയത് എന്നുള്ളത് നമ്മൾ ഓഡിറ്റ് ചെയ്യുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു വലിയ ദുരന്തം കഴിഞ്ഞു, ജോയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ല. ഇനി നമ്മൾക്കിതിനകത്തൊരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യമുണ്ട്. പോസ്റ്റ്മോർട്ടം മാത്രമല്ല, ഭാവിയിലേക്കുള്ള പ്ലാനിങ്ങും ആവശ്യമുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ചില കണക്കുകൾ എനിക്ക് പ്രേക്ഷകരുടെ മുന്നിൽ പറയേണ്ടതുണ്ട്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമായിരുന്ന വിവരങ്ങൾ പരിമിതമായിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടി കണക്കുകൾ നമ്മുടെ മുന്നിൽ ലഭ്യമാണ്. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നിട്ടുണ്ട്. ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത് ഉത്തരവാദിത്വരാഹിത്യമുണ്ടായിട്ടുണ്ട് റെയിൽവേക്ക്. അതേസമയം തന്നെ സുരക്ഷാ പ്രോട്ടോക്കോൾ അടക്കമുള്ള കാര്യങ്ങൾ പാലിക്കുന്നതിനുള്ള ചട്ടലംഘനവും നടത്തിയിട്ടുണ്ട് റെയിൽവേ എന്നുള്ളതാണ്. ഇതിൽ എങ്ങനെയാണ് ഉത്തരവാദിത്വരാഹിത്യം റെയിൽവേ കാട്ടിയെന്ന് ഞാൻ പറയുന്നത്. നോക്കൂ, ഈ റെയിൽവേയുടെ പരിധിയിലുള്ള 117 മീറ്റർ വരുന്ന ടണലിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് പലതവണ കോർപ്പറേഷൻ റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എൻ്റെ കയ്യിലും ചില കത്തുകളും നോട്ടീസുകളും കിട്ടിയിട്ടുണ്ട്. 2024 മാത്രം കണക്ക് ഞാൻ പ്രേക്ഷകരോട് പറയാം. റെയിൽവേ എത്രമാത്രം ഉദാസീനമായിട്ടാണ് ആ കത്തുകളോട് പ്രതികരിച്ചിരിക്കുന്നത്. 2024 ജനുവരി മാസം 31 തീയതിയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി 2 റെയിൽവേ ഡിവിഷണൽ മാനേജർമാർക്ക് കത്ത് കൊടുക്കുന്നത്. ഈ മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യണമെന്നും അതാതിടങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന മാലിന്യം റെയിൽവേ തന്നെ ഡിസ്പോസ് ചെയ്യുകയോ അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ അത് മാനേജ് ചെയ്യാനുള്ള ഒരു അവകാശം കൊടുക്കുകയും വേണം, പെർമിഷൻ കൊടുക്കുകയും വേണം. കാരണം റെയിൽവേ ആക്ട് പ്രകാരം റെയിൽവേയുടെ പ്രോപ്പർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഡിസ്പോസൽ റെയിൽവേ ആണ് നടത്തേണ്ടത്. അതല്ലെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ കൊടുക്കണം. ഹൈക്കോടതി ഇതിനിടയിൽ ഒരു ഉത്തരവിട്ടിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യ ഉൽപ്പാദകർ എന്ന് പറയുന്നത്, വൻകിട മാലിന്യ ഉൽപ്പാദകർ എന്നാണ് ടേം തന്നെ, റെയിൽവേ ആണ് എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇക്കഴിഞ്ഞ ജനുവരി മാസം 31 തീയതി 2 ഡിവിഷണൽ മാനേജർമാർക്ക് പാലക്കാട്, തിരുവനന്തപുരം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നോട്ടീസ് കൊടുക്കുന്നത്. ആ നോട്ടീസിനോട് പാലക്കാട് ഡിവിഷണൽ മാനേജർ മാത്രം 1 മാസം കഴിഞ്ഞൊരു മറുപടി കൊടുത്തു. തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ മറുപടി കൊടുത്തതേയില്ല. ഏപ്രിൽ മാസം 1 തീയതി വീണ്ടും ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി വീണ്ടും ഏപ്രിൽ 1 തീയതി ഒരു യോഗം കൂടാൻ തീരുമാനിക്കുന്നു. പാലക്കാട് ഡിവിഷണൽ മാനേജരെയും തിരുവനന്തപുരം ഡിവിഷണൽ മാനേജരെയും യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ പക്ഷേ ഈ ഡിവിഷണൽ മാനേജർമാർ പങ്കെടുക്കുന്നില്ല. മേലുദ്യോഗസ്ഥന്മാരല്ലേ, ഏമാന്മാരല്ലേ, ട്രെയിൻ ഷെഡ്യൂളുകൾ എടുക്കുന്ന തിരക്കിലാണ്. അവർ 2 ജൂനിയർ ഉദ്യോഗസ്ഥരെ ഈ യോഗത്തിലേക്ക് പറഞ്ഞയക്കുന്നു. ആ ജൂനിയർ ഉദ്യോഗസ്ഥർ എല്ലാം കേട്ട് 20 പോയിന്റുമായി തിരിച്ച് ഡിവിഷൻ മാനേജറുടെ ഓഫീസിലേക്ക് പോകുന്നു. ഒരു നടപടിയും ഉണ്ടായില്ല. മെയ് മാസം 7 തീയതി പ്രേക്ഷകർ കേൾക്കണം, വീണ്ടും റെയിൽവേക്ക് തദ്ദേശ വകുപ്പിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും കത്ത് പോകുന്നു. മെയ് മാസം 17 തീയതി രണ്ടാമത്തെ കത്ത് പോകുന്നു. അപ്പോഴും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവുമില്ല.
കേൾക്കുന്നില്ല. ആമിഴഞ്ചാൻ തോടിൻ്റെ പരിസരത്തുള്ള മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2 തവണ കത്ത് മെയ് മാസത്തിൽ പോകുന്നു. മെയ് മാസം 20-ാം തീയതി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേരുന്നു. അതിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടർ റെയിൽവേക്ക് കർശനമായ നിർദ്ദേശം കൊടുക്കുന്നു. 29/5/2024 ഈ ആമിഴഞ്ചാൻ തോടിലെ ടണലിനുള്ളിലുള്ള വേസ്റ്റുകൾ കൃത്യമായി ഡിസ്പോസ് ചെയ്യണം. എമർജൻസി, ദാറ്റ് വാസ് എൻ ഓർഡർ. അതൊരു ജുഡീഷ്യൽ ഓർഡർ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അർത്ഥത്തിൽ വരുമ്പോൾ. കാരണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കളക്ടർ ചെയർമാനായിരിക്കുന്ന അതോറിറ്റിയുടെ ഉത്തരവാണ്. ആ ഉത്തരവും അവർ കേൾക്കുന്നില്ല എന്നതാണ്. ജൂൺ മാസം 19-ാം തീയതി വീണ്ടും കോർപ്പറേഷൻ ഒരു കത്തയക്കുന്നു. അങ്ങനെ 4 കത്തുകൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും റെയിൽവേക്ക് കിട്ടുന്നു. ആ കത്ത് കിട്ടുമ്പോഴാണ് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുമെന്ന ഭീഷണി വരുമ്പോൾ റെയിൽവേ ഒന്ന് അനങ്ങി തുടങ്ങുന്നു. അപ്പോൾ റെയിൽവേയുടെ ഉത്തരവാദിത്വ രാഹിത്യം എന്താണെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാകുമല്ലോ. ഇതാണ് ഉദാസീനമായി അവർ ഈ ഉത്തരവുകളോട് പ്രതികരിച്ചത്. 2-ാം ഘട്ടത്തിൽ റെയിൽവേ അനങ്ങുന്നു. റെയിൽവേ അങ്ങനെ ഒരു കരാറുകാരനെ തപ്പുന്നു. അങ്ങനെ ഒരു കരാറുകാരൻ വരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൃത്യമായിട്ടുള്ള ചട്ടങ്ങളുണ്ട്, സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രോട്ടോക്കോളുമുണ്ട്. എങ്ങനെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ മാലിന്യം നീക്കം ചെയ്യേണ്ടത്? അത് മനുഷ്യനെ കൊണ്ട് മാനുവൽ സ്കാവെഞ്ചിങ് നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാടാണ്. ഇവിടെ യന്ത്രത്തിൻ്റെ സഹായത്താൽ വേണം അത് ചെയ്യാൻ. ഈ ഒരു തരത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളുമില്ലാതെ, സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ, എല്ലാ സുരക്ഷാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ടാണ് ഈ 3 ശുചീകരണ തൊഴിലാളികളെ അതിലേക്ക് ഇറക്കി വിടുന്നത് എന്നുള്ളതാണ്. ഇവിടെ റെയിൽവേക്കാണ് ഈ അനാസ്ഥ സംഭവിച്ചിരിക്കുന്നത്. നിസ്സംശയം നമുക്ക് പറയാം, ജോയിയെ കുരുതി കൊടുത്തതിൻ്റെ നമ്പർ 1 ഉത്തരവാദിത്വം ആ അർത്ഥത്തിൽ റെയിൽവേക്ക് തന്നെയാണ്. കരാർ കൊടുക്കുമ്പോൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ടില്ല. മാത്രമല്ല, കരാറുകാർക്ക് ആ കരാർ ഏറ്റെടുത്ത ആൾക്കേ അല്ല ഇതിൻ്റെ ഉത്തരവാദിത്വം. ആ കരാർ ചട്ടപ്രകാരം കൊടുക്കണം എന്നുള്ളതാണ്. ആ ചട്ടപ്രകാരം എന്ന് പറഞ്ഞാൽ ഈ സുരക്ഷാ പ്രോട്ടോക്കോളുകളൊക്കെ കൃത്യമായി റെയിൽവേ ആണ് കൊടുക്കേണ്ടത്. അത് ചെയ്യില്ല ഈ എംഎംമാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സർക്കാർ വിളിച്ച 2-3 യോഗങ്ങളിൽ ഈ റെയിൽവേ ഡിവിഷണൽ മാനേജർമാർ പോയിരുന്നില്ല. ഈ ചങ്ങാതിമാർക്ക് അവിടെ എന്താ പണി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. കോടതി ഉത്തരവിന്റെ ലംഘനം കൂടിയാണ്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. ഇതാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും വന്ന അനാസ്ഥ. എന്നാൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നോ ഗുരുതരമായ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, 117 മീറ്ററിന്റെ കണക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 11 കിലോമീറ്റർ 883 മീറ്റർ ഈ കോർപ്പറേഷന്റെ ജൂറിസ്ഡിക്ഷനിൽ പെടുന്ന പ്രദേശമാണ്. ഇന്ന് മൃതദേഹം കണ്ടെടുത്ത ഈ തകരപ്പറമ്പിലെ കനാലുണ്ടല്ലോ, അത് കോർപ്പറേഷന്റെ അധികാര പരിധിയിൽപ്പെടുന്ന സ്ഥലമാണ്. അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യം നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ 6 മാസമായി അവിടെ നിന്ന് മാലിന്യ നിർമ്മാർജ്ജനം നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അവിടുത്തെ വാർഡ് മെമ്പറായ രാജേന്ദ്രൻ വന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ നുണപ്രചരണം നടത്തുകയാണ്. എന്നിട്ട് പറയാണ് എല്ലാ ദിവസവും ഇവിടുന്ന് മാലിന്യം നീക്കം ചെയ്യുന്നു. ആ മൃതദേഹം അവിടെ കിടക്കുന്ന സ്ഥലത്ത് ഒരു അരയാൾ പൊക്കത്തിൽ മാലിന്യം ഇങ്ങനെ ബെഡ് പോലെ കിടക്കുകയാണ് ഈ തകരപ്പറമ്പ് കനാലിൽ. നമ്മുടെ മുന്നിൽ വന്നിട്ടാണ് ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന വാർഡ് കൗൺസിലർ പച്ച കള്ളം പറയുന്നത്. അതൊരു BJP കൗൺസിലറാണ്. 34 വാർഡുകളുണ്ട്. ഇത് BJP കൗൺസിലറുടെയും കോൺഗ്രസ് കൗൺസിലറുടെയും വാർഡുകളുടെ പ്രശ്നം മാത്രമല്ല, അത് ഭരിക്കുന്ന കോർപ്പറേഷൻ എന്ത് ചെയ്തു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കോർപ്പറേഷൻ ഓരോ വർഷവും ആമിഴഞ്ചാൻ തോട് വൃത്തിയാക്കും അത്രേ. 6 മാസം കൊണ്ട് തന്നെ ആമിഴഞ്ചാൻ തോട് നിറയും. ആ ഘട്ടത്തിലാണ് വളരെ ഉത്തരവാദിത്വ രാഹിത്യത്തോടുകൂടി, അനാസ്ഥയോടുകൂടി കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ 117 മീറ്റർ കഴിഞ്ഞാലും കോർപ്പറേഷൻ്റെയും മേയറിൻ്റെയും പരിധിയിലുള്ളത് 11 കിലോമീറ്റർ 850ഓളം മീറ്റർ ദൂരം ആമിഴഞ്ചാൻ തോടിലെ മാലിന്യത്തിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായും അവിടുത്തെ കോർപ്പറേഷനുണ്ട്. അത് കൃത്യമായ സമയത്ത് നിങ്ങൾ ശുദ്ധീകരിച്ചിട്ടില്ല എന്നത് വലിയ വീഴ്ചയാണെന്ന് നമ്മുടെ ചർച്ചയിൽ തന്നെ ഡെപ്യൂട്ടി മേയർ തുറന്നു സമ്മതിച്ചു. PK രാജു തുറന്നു സമ്മതിച്ച വിഷയമാണ്. ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇത് തടയാൻ വേണ്ടിയിട്ട് കുറേ പദ്ധതി നടപ്പിലാക്കിയല്ലോ. നമ്മളിവിടെ പറഞ്ഞ കണക്കുകൾ ഇന്നലെ നമ്മൾ വിശദമായി ഓപ്പറേഷൻ അനന്തയെക്കുറിച്ച് പറഞ്ഞു. CCTV വാങ്ങാൻ തീരുമാനിച്ചു. 2014 കോർപ്പറേഷനാണ്. ആ CCTV വാങ്ങാൻ 57 ലക്ഷം രൂപയാണ്, 54 ലക്ഷം രൂപയാണ് ചിലവാക്കിയത്. 37 CCTV ക്യാമറകൾ വാങ്ങിച്ചു. 2017 CAG ഒരു റിപ്പോർട്ട് കൊടുത്തു. ഈ 37 ക്യാമറകളുടെയും അവസ്ഥ എന്താണ് എന്ന് കോർപ്പറേഷനോട് ചോദിച്ചു. കോർപ്പറേഷൻ ഉത്തരവ് എന്താണെന്നറിയോ? ഒരെണ്ണം പോലും പ്രവർത്തിക്കുന്നില്ല. സ്ഥാപിച്ചത് കെൽട്രോൺ. പല CCTVയും വാങ്ങിവെച്ച പോസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വീണ് കിടക്കുന്നു. പല CCTV നാട്ടുകാർ അടിച്ചുകൊണ്ട് പോയി. CCTV തന്നെ നാട്ടുകാർ അടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയായിരുന്നു. ആ 54 ലക്ഷം രൂപ ആരുടെ പോക്കറ്റിലേക്ക് പോയി എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതിയും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ 12 കോടി രൂപ ഈ ആമിഴഞ്ചാൻ തോട്ടിലൂടെ ഒഴുകിപ്പോയിട്ടുണ്ട്. അതിനകത്ത് പാർശ്വഭിത്തി കെട്ടാൻ 7 കോടിയാണ്. പാർശ്വഭിത്തി കെട്ടിയെന്നെങ്കിൽ ഇതിങ്ങനെ ഇടാൻ പറ്റും? ഇടാൻ പറ്റില്ല. 7 കോടി രൂപ പാർശ്വഭിത്തിയാണ്. അതായത്
2-3 ആൾ പൊക്കത്തിൽ വലിയ ഇരുമ്പ് വേലി കെട്ടിയിട്ട് ആ ഇരുമ്പ് വേലി തുരന്ന് അതിനുള്ളിലേക്ക് ആളുകൾ കൊണ്ടിടുന്നു. CCTV സ്ഥാപിക്കുന്നു, ഡിസ്ഫങ്ഷണൽ ആവുന്നു. ഇവിടെയാണ് കോർപ്പറേഷൻ അനാസ്ഥ ഉണ്ടാവുന്നത്. ഇവിടെ ആരാണ് ഇതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടത്? കോർപ്പറേഷൻ തന്നെയാണ്. അവിടെയാണ് പല ദിവസം പല കുറി ആ വഴിയിൽ നടന്നു പോകുമ്പോഴും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ പോകുന്ന വാർഡ് കൗൺസിലർമാരുള്ളത്. അവരുടെ വാർഡിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ 50 മീറ്റർ നിർത്തിയാക്കാനും ഈ വാർഡ് കൗൺസിലർമാർക്ക് പറ്റുന്നില്ലെങ്കിൽ ആ പണി രാജിവെച്ച ചങ്ങാതിമാർ പോകണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് CPM മാത്രമല്ല, ഇന്നിപ്പോൾ മൃതദേഹം കിടന്ന വാർഡിലുള്ള BJP കൗൺസിലറായ രാജേന്ദ്രൻ അടക്കമുള്ളവരുടെ ശ്രദ്ധയിലേക്കാണ് നമ്മൾ പറയുന്നത്. ഇത് പ്രാഥമികമായി അവിടുത്തെ വോട്ടർമാർ നമ്മളോട് പറയുന്നതാണ്. നമ്മുടെ ക്യാമറയിൽ വന്ന് പറയുന്നു, മൂക്ക് പൊത്താത്ത ചായ കുടിക്കാൻ കഴിയില്ല, രാവിലെ പുറത്തേക്ക് എഴുന്നേൽ ഇതേപോലെയുള്ള മാലിന്യമാണ്. 2 മാസം മുമ്പ് മറ്റൊരു മൃതദേഹം ഇതേ കനാലിൽ ഇതേപോലെ മാലിന്യ കുമ്പാരത്തിനിടയിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ മുറിയിൽ നമ്മൾ എല്ലാവരും നഗ്നരാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്, പ്രാഥമികമായി കോർപ്പറേഷനുണ്ട്. അവരുടെ അനാസ്ഥ ഈ 11 കിലോമീറ്റർ രാമേഴഞ്ചത്തോട് ഇങ്ങനെ കിടക്കുന്നതിലും വേണ്ടത്ര രീതിയിലുള്ള ജാഗ്രത കോർപ്പറേഷൻ കാട്ടാത്തതിലും കോർപ്പറേഷൻ വീഴ്ചയുണ്ട്. 3 വാർഡ് മെമ്പർമാർക്ക് വീഴ്ചയുണ്ട്. 4 ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മാലിന്യം വലിച്ചെറിയുന്നൊരു സമൂഹത്തിനും യഥാർത്ഥത്തിൽ ഇതിൽ വീഴ്ചയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ലജ്ജിച്ചു തന്നെ തലതാഴ്ത്തുകയാണ്. ജോയിയുടെ അമ്മയുടെ മറുപടി പറയാതെ കേരളം നിശബ്ദമാവുന്ന ഒരു ദിവസമാണെന്ന് എന്ന് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. അതുകൊണ്ട് കേരളം തല താഴ്ത്തുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.